നമസ്കാരം. നാളെ ജൂലൈ 4 ജൂലൈ 4 വെള്ളിയാഴ്ചയാകുന്നു. നാളത്തെ ദിവസം ഞാൻ പരാമർശിക്കാൻ പോകുന്നതായ നാളുകാർക്ക്, രാശിക്കാർക്ക് ജീവിതത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായും സംഭവിക്കുന്ന ദിവസം തന്നെയാകുന്നു. അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നാളുകാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് അല്പം മുൻതൂക്കം ലഭിക്കുന്ന ഒരു ദിവസമാകാം. ഭാരിച്ചതായ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരില്ല എങ്കിലും ചില കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ പൂർത്തിയാക്കേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. സഹപ്രവർത്തകരുടെ പങ്കാളിത്തം, വേണ്ടപ്പെട്ടവരുടെ പങ്കാളിത്തം തൃപ്തി ഉണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും. അനുകൂലമായ ഒരു ദിവസം തന്നെയായിരിക്കും എന്ന് പറയാം. ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. അത് പല കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. ഭൗതികമായ കഴിവുകൾ കാലഹരണപ്പെടാതെ നവീകരിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം. വാക്കുകൾക്ക് പൊതുവിൽ സ്വീകാര്യത കൈവരുന്നതായ ഒരു ദിവസം തന്നെയാകുന്നു. കുടുംബകാര്യങ്ങളിൽ ഐക്യം, സമാധാനം കുറയില്ല. കുടുംബത്തെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഏതൊരു കാര്യം പറയുമ്പോഴും ശ്രദ്ധ പുലർത്തി പറയണം. ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറാം. മാനസിക ഉല്ലാസം കൈവരുന്നതായ സമയമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ധനാഗമം വന്ന് ചേരാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള, സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരും. അധികാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, അവരുടെ പ്രീതി സമ്പാദിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രശംസ പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് പുരോഗതി വന്നു ചേരാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. ഇന്നേ ദിവസം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ഇന്നേ ദിവസം നിർബന്ധിതമായി ചില കാര്യങ്ങൾ, അതായത് മനസ്സിന് താല്പര്യമില്ലാതെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരാം. അതിനാൽ അത്തരം കാര്യങ്ങളും ഇന്നേ ദിവസം സംഭവിക്കാം. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലം തന്നെയാകുന്നു. ഇന്നേ ദിവസം മഹാലക്ഷ്മി ദേവിയെ നിങ്ങൾ ആരാധിക്കണം. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷം. ഇന്നേ ദിവസം 5 തിരിയിട്ട ഭദ്രദീപം തെളിയിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. മഹാലക്ഷ്മി ദേവിക്ക് ഫലങ്ങളും മധുര പലഹാരങ്ങളും പായസവും ഇന്നേ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, ചോതി, വിശാഖം എന്നീ നാളുകാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം പല കാര്യങ്ങളിലും ആശ്വാസം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. വാഗ്ദാനങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിറവേറ്റുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും വേണ്ടപ്പെട്ടവരുടെ പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, ജോലി മാറുവാനുള്ള ചില ശ്രമങ്ങൾ, അത്തരം ചില ശ്രമങ്ങൾ നടത്തുവാനുള്ള സാധ്യതകളുണ്ട്. വിജയിക്കുവാനുള്ള സാധ്യത ഇന്നേ ദിവസം കൂടുതലാകുന്നു. പല കഴിവുകളും ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറും. പഠനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ ഇന്നേ ദിവസം അവസരത്തിനൊത്ത് ഉയരുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. അത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിലാണ് എങ്കിലും ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. പല പരീക്ഷണങ്ങൾക്കും മുതിരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. വിജയപ്രാപ്തി നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണാം. കൂട്ടുകെട്ടുകൾക്ക് അല്പമൊന്ന് നിയന്ത്രണം ആവശ്യമായ സമയം തന്നെയാകുന്നു.
പല വിധത്തിലും ഉപദേശങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ഇഷ്ടഭക്ഷണയോഗം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ്. പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ചെയ്യുന്നത് മൂലം മാനഹാനി, ധനനഷ്ടം തുടങ്ങിയ കാര്യങ്ങളും വന്നു ചേരാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തണം. മറ്റുള്ളവർ പറയുന്നതായ കാര്യങ്ങൾ അപ്പാടെ വിശ്വസിച്ച് ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാതെ നിങ്ങൾക്ക് സ്വന്തമായി അഭിപ്രായങ്ങൾ വേണ്ടതാണ്. അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് തന്നെ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കേണ്ടതാക്കുന്നു. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലമാണ്. പല കാര്യങ്ങളിലും ഭാഗ്യം തുണക്കാം. ധനാഗമം വന്ന് ചേരുന്ന ദിവസമാകുന്നു. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അല്പമൊന്ന് തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം മഹാലക്ഷ്മി ദേവിയെ നിങ്ങൾ ആരാധിക്കണം. ഇന്നേ ദിവസം അതിരാവിലെ നെയ്വിളക്ക് തെളിയിച്ച് ദേവിയെ ആരാധിക്കുന്നതും ദേവിക്ക് ഫലങ്ങളും മധുരപലഹാരങ്ങളും പായസവും നൽകി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കാം. സാധിക്കുന്നവർ ഈ കാര്യങ്ങൾ ചെയ്ത് അമ്മയുടെ നാമങ്ങൾ ഭജിച്ച് ഇന്നേ ദിവസം മുന്നോട്ട് പോവുക. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നാളുകാർ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരുന്ന സമയമാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളിലും പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ലാഭം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കൂടാതെ ഇന്നേ ദിവസം സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ നേരം നീക്കി വയ്ക്കേണ്ടതായ സാഹചര്യം, അത്തരം ചില കാര്യങ്ങൾ വന്നു ചേരാം. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. അർഹതയ്ക്ക് അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല എന്ന കാര്യവും ഓർക്കണം. എന്നിരുന്നാലും ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കാം. കൂടാതെ കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. തെറ്റായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഉപദേശം ലഭിക്കുകയും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായി വരികയും ചെയ്യാം. ഉദ്യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. ഇന്നേ ദിവസം ചില കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യുവാൻ, പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ വിഘ്നങ്ങൾക്കും ആലസ്യത്തിനും ശേഷം കർമ്മരംഗം ഉണരുന്ന ദിവസമായി മാറാം. ധനം നിങ്ങൾക്ക് ലഭിക്കുന്നതായ ചില പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കും. എന്നാൽ തടസ്സങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അത് തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായി വരാം. കൂടാതെ ഇന്നേ ദിവസം ഗൃഹാന്തരീക്ഷം ഉന്മേഷം പകരുന്നതായി മാറാം. ആരോഗ്യ കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാവുന്ന ഒരു ദിവസം കൂടിയാകുന്നു. സൗഖ്യം പല കാര്യങ്ങളിലും വന്നു ചേരും. വാഹനങ്ങൾ മോടി പിടിപ്പിക്കുന്നതിന് ചെലവ് വരിക, അത്തരം ചില ചെലവുകൾ വന്നു ചേരാം. അതിനാൽ ചെലവിന്റെ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായ ദിവസമാകുന്നു. ഭാഗ്യം തുണയ്ക്കുന്ന ദിവസമാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ, സന്തോഷകരമായ വാർത്തകൾ തേടിയെത്താം. പല കാര്യങ്ങളിലും വേണ്ടപ്പെട്ടവരുടെ, സഹപ്രവർത്തകരുടെ പിന്തുണ നിങ്ങൾക്ക് ആർജിക്കുവാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ ഇന്നേ ദിവസം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം തീർച്ചയായും മഹാലക്ഷ്മി ദേവിയെ നിങ്ങൾ ആരാധിക്കണം. ദേവിക്ക് പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഫലങ്ങളും മധുരപലഹാരങ്ങളും പായസവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കൂടുതൽ ശുഭകരമാണ്. സാധിക്കുന്നവർ നെയ്വിളക്ക് തന്നെ തെളിയിക്കുക. ഇന്നേ ദിവസം ദേവിയുടെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യവും ഓർക്കുക. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാർ. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗൃഹാന്തരീക്ഷം കാര്യങ്ങൾ അനുകൂലമായി തീരാം. ജോലി സംബന്ധിച്ച് അല്പം തിരക്ക് ഉണ്ടാകുന്നതായ ഒരു ദിവസമാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങളിൽ അല്പമൊന്ന് ഇടപെടുവാൻ സാധിക്കുകയും സന്തോഷം പകരുവാൻ സാധിക്കുന്ന ദിവസമാണ്. അഭിമുഖങ്ങളിൽ ശോഭിക്കുവാൻ സാധിക്കും. വ്യക്തമായ അറിയിപ്പ് പല കാര്യങ്ങളിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ചിലരോട് കയർത്ത് സംസാരിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ സമ്മാനമായി ലഭിക്കുക, ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം.
പുരോഗതി പല കാര്യങ്ങളിലും ദൃശ്യമാകുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഔദ്യോഗികമായ പല നൂലാമാലകളും ചില പ്രതിസന്ധികൾക്ക് കാരണമായി തീരാം. കൂടാതെ ലാഭം നിങ്ങൾക്ക് ലഭിക്കാവുന്ന ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. ചില സഹായങ്ങൾ സ്വീകരിക്കുക, സഹായങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ദിവസം കൂടിയാകുന്നു. എന്നാൽ വാക്കുകൾ പ്രയോഗിക്കുന്നതിൽ നിങ്ങൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കും. മാനസിക ഉല്ലാസം കൈവരിക്കുവാൻ സാധിക്കും. ബിസിനസ് പരമായി നിങ്ങൾക്ക് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. അധികാരികളുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങളിൽ നിശബ്ദമാകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കടബാധ്യതകൾ തീർക്കുവാനുള്ള അവസരങ്ങൾ, ഒരു പരിധിവരെയെങ്കിലും തീർക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കും. എങ്കിലും എല്ലാവരും പറയുന്നതായ കാര്യങ്ങൾ അതേപോലെ നിങ്ങൾ ചെയ്യുന്നതിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇന്നേ ദിവസം പ്രത്യേകിച്ചും സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇന്നേ ദിവസം ദേവിക്ക് മധുരപലഹാരങ്ങളും ഫലവർഗ്ഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. സാധിക്കുന്നവർ ഇന്നേ ദിവസം ദേവിക്ക് നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ പ്രത്യേകം ഓർക്കണം. പൊതുവിൽ ഇന്നേ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുന്ന ദിവസം തന്നെയാകുന്നു. എന്നാൽ പരാമർശിച്ചിരിക്കുന്നതായ ആ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു.